ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ സദാശിവദർശനം. ശ്ലോകം 8. ഇതിൽ കിടന്നു കേണുവാണു നാൾ കഴിഞ്ഞിടുന്നിനിക്കിതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മുൻമതിക്കുടം കവിഞ്ഞു പായുമാറു ചൂടിയാടു നീ. കനിഞ്ഞു ദയ കാണിച്ച് മണ്ണുമപ്പും ഭൂമിയും വെള്ളവും അപ്പുറം അതിനുശേഷം കലർന്ന ചേർന്ന കാറ്റൊടങ്ങണഞ്ഞു വായുവിനോട് കൂടിച്ചേർന്നു വിണ്ണിൽ ആകാശത്തിൽ അന്നും ഇന്നും സമയപരിധിയില്ലാതെ ഒന്നിരുന്ന് ഒന്നിച്ചു ചേർന്നിരുന്ന് മിന്നിടും ശോഭിക്കുന്ന മണം കലർന്ന മേനി സൗരഭ്യമുള്ള ശരീരം ശിവൻ്റെ പകുതി ഭാഗം പാർവതിയാകയാൽ ആയിരിക്കണം മണം കലർന്ന മേനി എന്നു പറഞ്ഞത്. മനം കവർന്നു എന്ന് ദിപാഠം. മലർന്നിടും പൂജ ചെയ്യും മണി രത്നം ശിവൻ. മാനമില്ല അളവില്ല അല്ലും ദുഃഖവും മല്ലിടുന്ന എതിർത്തു വരുന്ന മണ്ണ് വെള്ളം കാറ്റ് മുതലായവയോട് ചേർന്ന് ദയാപൂർവം ആകാശത്തിൽ കലർന്നിരുന്ന് എല്ലാ കാലത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും സൗരഭ്യം മുറ്റതുമായ ശരീരത്തെ നീ പൂജിക്കുക. ആ പൂജാർഹമായ രത്നത്തിന് അളവില്ല. അതിനെ പൂജിച്ചാൽ അല്ലൽ നേരിട്ട് വന്ന് അലട്ടുകയും ഇല്ല. പ്രാണികളോടുള്ള ദയ കൊണ്ടാണ് ഈശ്വരൻ ശരീരമെടുക്കുന്നത് എന്ന ശൈവ സിദ്ധാന്താശയം കനിഞ്ഞ് എന്ന പദം കൊണ്ട് സൂചിതമായി. അഷ്ടമൂർത്തിയായ ശിവനെ പൂജിക്കുകയാണ് ഭക്തൻ്റെ കർത്തവ്യം. അനഘവും അനന്തവും അല്ലലറ്റതുമാണ് ആ രത്നം. ബ്രഹ്മസ്വരൂപം സ്വയം പ്രകാശിക്കുന്ന ബോധാനന്ദഘനമായ സത്തയാണ്. അവിടെ അജ്ഞാനത്തിൻ്റെ നിഴൽ പോലുമില്ല. മായയും അജ്ഞാനവും ഒക്കെ ജീവാത്മാവിന് വന്നു ചേരുന്ന അപകടങ്ങളാണ്. അവ ഉണ്ടെന്ന് തോന്നുന്നിടത്തോളം സത്യം അറിയാൻ യത്നിക്കേണ്ടതാണ്. സത്യസ്വരൂപം സാക്ഷാത്കരിച്ചാൽ പിന്നെ അവിടെ മായയുമില്ല, അജ്ഞാനവുമില്ല, പ്രപഞ്ചവുമില്ല. ഇതാണ് വേദാന്തത്തിൻ്റെ അന്തിമ സിദ്ധാന്തം. സാക്ഷാത്കരിച്ചാൽ പിന്നെ വസ്തു ഒന്നേയുള്ളൂ. ഭൂമിയും വെള്ളവും അഗ്നിയും കാറ്റും ആയി കാണപ്പെടുന്നതൊക്കെ അതുതന്നെ. അതാകാശത്തിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആകാശമായി കാണപ്പെടുന്നത് വെറും ശൂന്യാകാശമല്ല, ചിതാകാശമാണ്. ചിത്തില്ലാതെ പിന്നെ മറ്റൊന്നുമില്ല. അത് സർവത്ര സൂര്യതുല്യം സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. അതിനോട് സാമ്യപ്പെടുത്താൻ ഇവിടെ ഒന്നും തന്നെയില്ല. പരമമായ ആ സാക്ഷാത്കാര രഹസ്യമാണ് ഗുരുദേവൻ വളരെ മനോഹരമായി 8-ാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.